തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻസുരാജ് പാർട്ടി അധ്യക്ഷനുമായ പ്രശാന്ത് കിഷോറിന്റെ പേര് 2 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലെന്ന് റിപ്പോർട്ട്. പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ 2 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത്. ബൽറാം നുരങ്ങാടിയ വാർത്തകൾ. ബൽറാം, ഈ പ്രശാന്ത് കിഷോർ ബീഹാറുകാരനാണ്, അദ്ദേഹത്തിന്റെ സ്വദേശം ബീഹാറാണ്. പിന്നെ ബംഗാൾ കളക്ഷൻ എങ്ങനെയാണ്? ഹാഷ്മി, രാജ്യത്തെ ഒരു പാർട്ടിയുടെ തന്നെ അധ്യക്ഷന്റെ പേര് 2 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരം. അത് കൗതുകരം എന്നതിനപ്പുറത്തേക്ക് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം കൂടിയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബീഹാർ സ്വദേശിയാണ് ഈ പ്രശാന്ത് കിഷോർ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീട് ബീഹാറിലാണ്. എന്നാൽ ബംഗാളിലെ വോട്ടർ പട്ടികയിലും അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. ബംഗാളിലെ ഭവാനിപ്പൂർ മണ്ഡലത്തിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസാണ് അദ്ദേഹത്തിന്റെ ബംഗാളിലെ വോട്ടർ പട്ടികയിലെ മേൽവിലാസമായി നൽകിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആസൂത്രണ ചുമതലയുണ്ടായിരുന്നത് പ്രശാന്ത് കിഷോറിനായിരുന്നു. ഒപ്പം തന്നെ ഈ ഭവാനിപ്പൂർ എന്നുള്ളത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മണ്ഡലം കൂടിയാണ്. അവിടെ വോട്ടറായി അദ്ദേഹം ചേർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം. ആ വോട്ടറായി നിലനിൽക്കെയാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ബീഹാറിലും അദ്ദേഹം കർഗഹാർ നിയമസഭാ മണ്ഡലത്തിൽ തന്റെ പേര് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഈ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന വിശദീകരണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്നത്. അത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെയാണ് പുതിയ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ചേർത്തത്. എന്തായാലും പ്രശാന്ത് കിഷോർ ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഹഷ്മി, ബൽറാം നുരങ്ങാടിയാണ്. പക്ഷേ അദ്ദേഹത്തെ ടീമിലുള്ളവർ പറയുന്നത് ഇത് ബംഗാളിൽ അദ്ദേഹം ഈ വോട്ട് ഒഴിവാക്കാൻ അപേക്ഷ കൊടുത്തിരുന്നതാണ്, ബീഹാറിലേക്ക് മാറിയപ്പോൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് നോക്കേണ്ടത് വോട്ടറുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ പേര് അതിൽ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.